കേരളത്തിൽ വോട്ടെടുപ്പിന് 40 ദിവസം ഉണ്ട്. പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സീറ്റ് നിലനിർത്താനും തിരിച്ചുപിടിക്കാനും ഒക്കെയുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ തവണ 20 മണ്ഡലങ്ങളിലെയും ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. അശ്വത് സിജി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വത്, കഴിഞ്ഞ ദിവസത്തെ കണക്കൂട്ടലുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള ഈ തേരോട്ടമൊക്കെ ഉണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ, പരമ്പരാഗത സീറ്റുകൾ, UDF മണ്ഡലങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് സമവാക്യങ്ങളൊക്കെ ഉള്ള മണ്ഡലങ്ങൾ. ഇത്തവണത്തെ ചിത്രം ഒരുപാട് മാറ്റങ്ങളോടുകൂടിയൊക്കെ ആയിരിക്കും പ്രതിഫലിക്കുക. അങ്ങനെയുള്ള ത്രികോണ മത്സരങ്ങളുള്ള സാധ്യത പല മണ്ഡലങ്ങളിലേക്കും വരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജീഷ്, തീർച്ചയായിട്ടും ഇത്തവണ ഇനി ഏത് തരത്തിലാണ് ചിത്രം വ്യക്തമാവുന്നത് എന്നറിയാൻ കുറച്ചുകൂടെ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പ്രചാരണ രംഗം അതിൻ്റെ ഒരു പൂർണ്ണ തോതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഏതായാലും നിലവിൽ ചില കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ പല മുന്നണികളും 3 മുന്നണികളും വെച്ച് പുലർത്തുന്നുമുണ്ട്. ഏതായാലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് പ്രചാരണം ഒന്നുകൂടെ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ ഒന്ന് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ ഓരോ മണ്ഡലത്തിലെയും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വിജയിച്ച സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം ഒന്ന് ആൽഫബറ്റിക് ഓർഡറിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ നോക്കിയാൽ ആദ്യം നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. അവിടെ AM ആരിഫ് ഇടതിന്റെ ഏക സീറ്റായിരുന്നു കഴിഞ്ഞ തവണത്തേത്. ആരിഫിന്റെ ഭൂരിപക്ഷം 2019 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയത് ആലപ്പുഴയിലാണ്. അവിടെ 10,474 വോട്ടിന് ആണ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന ആരിഫ് ജയിച്ചത്. ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെ ആലത്തൂരിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ അട്ടിമറി ജയം നേടിയ മണ്ഡലത്തിൽ ഏറ്റവും പ്രസക്തമായ മണ്ഡലം ആലത്തൂരിലാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ വന്നിട്ടുണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിജയിച്ചത് 1,58,968 വലിയ ഭൂരിപക്ഷമാണ്. 1,60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇടത് കോട്ട എന്ന് പൊതുവെ പറയാറുള്ള, അല്ലെങ്കിൽ ഇടത് സമവാക്യം വളരെ വിശാലമായി തന്നെയുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്. ഒപ്പം അടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ ആറ്റിങ്കൽ, അവിടെയും വലിയ ട്വിസ്റ്റ് വന്ന മണ്ഡലമാണ്. അവിടെ അടൂർ പ്രകാശ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ജയിച്ചത് 38,247 വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന A സമ്പത്തിനെ തോൽപ്പിച്ചത്. അടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ പരമ്പരാഗതമായൊരു കോൺഗ്രസ് ചായ്വുള്ള മണ്ഡലം കൂടിയാണ്. അവിടെ ഇന്നസെന്റിനെ, അന്തരിച്ച നടൻ കൂടിയായ ഇന്നസെന്റിനെ ബെന്നി ബെഹനാൻ, കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ തോൽപ്പിച്ചത് 1,32,274 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇനി തൃശ്ശൂരിലേക്ക്, എറണാകുളത്തേക്ക് വന്നാൽ, എറണാകുളത്തും കഴിഞ്ഞ തവണ P രാജീവിനെ പോലെ ഇടത് കേന്ദ്രങ്ങളിൽ വളരെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കി മത്സരിപ്പിച്ചു. ഹൈബി ഈഡനായിരുന്നു വിജയം. ഭൂരിപക്ഷം മികച്ച ഭൂരിപക്ഷമായിരുന്നു. 1,69,153 എന്ന വലിയൊരു ഭൂരിപക്ഷത്തിന് തന്നെയായിരുന്നു എറണാകുളത്തും UDFന് നേടാനായത്. ഇടുക്കിയിൽ വന്നാൽ, ഇടുക്കിയിലും കാര്യങ്ങൾ UDFനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ജോയ്സ് ജോർജിനെതിരെ ഡീൻ കുര്യാക്കോസ് നേടിയ ഭൂരിപക്ഷം 1,71,000 വരുന്ന വലിയ ഭൂരിപക്ഷത്തിനായിരുന്നു കഴിഞ്ഞ തവണ ഇടുക്കിയിലും UDFന് ജയിക്കാനായത്. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ വലിയ മത്സരം നടന്ന മണ്ഡലമായിരുന്നു. PK ശ്രീമതി ടീച്ചറിനെതിരെ K സുധാകരൻ നേടിയത് ഏതാണ്ട് 94,559 എന്ന 1,00,000 അടുക്കുന്ന ഭൂരിപക്ഷത്തിനാണ് അവിടെ കണ്ണൂരിലും UDF ജയിച്ചു കയറിയത്. ഇനി കാസർകോട്ടേക്ക് പോയാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം 40,438 എന്ന ഒരു കംഫർട്ടബിളായ മാർജിനിൽ തന്നെയായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയെ രാജ്മോഹൻ ഉണ്ണിത്താനും കഴിഞ്ഞ തവണ തോൽപ്പിച്ചത്. കൊല്ലത്തേക്ക് വന്നാൽ RSPയുടെ സീറ്റാണ്. അവിടെ പ്രേമചന്ദ്രൻ നിലവിലെ മന്ത്രിയായ KN ബാലഗോപാലിനെ തോൽപ്പിച്ചത് ഏതാണ്ട് 1,50,000 വോട്ടുകൾ, 1,48,856 എന്ന സംഖ്യയിലാണ്, അല്ലെങ്കിൽ അത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് NK പ്രേമചന്ദ്രൻ ജയിച്ച് പാർലമെന്റിലേക്ക് പോയത്. ഇനി കൊല്ലം കഴിഞ്ഞ് കോട്ടയത്തേക്ക് വന്നാൽ കഴിഞ്ഞ തവണ UDFന്റെ ടിക്കറ്റിലായിരുന്നു തോമസ് ചാഴിക്കാടൻ ആദ്യം മത്സരിച്ചത്. UDF അവിടെ അന്ന് 1,06,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ മന്ത്രി VN വാസവനെ അന്ന് തോമസ് ചാഴികാടൻ തോൽപ്പിച്ചത്. നിലവിൽ തോമസ് ചാഴികാടൻ ഇടത് പാളയത്തിനാണ്, LDF സ്ഥാനാർത്ഥിയായാണ് അവിടെ മത്സരിക്കുന്നത്. കൗതുകം കൂടി അവിടെ കോട്ടയത്തുണ്ട്. ഇനി അത് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് ആവനാഴിയിലേക്ക് പോയ 2019 ചിത്രമാണ് പ്രേക്ഷകരെ അശ്വത് CG ഓർമ്മിപ്പിച്ചത്.